ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് കുമ്പിളപ്പം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 1/4 കിലോ ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ശർക്കര മെൽറ്റ് ചെയ്ത് പാനിയാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ശർക്കര പാനിയാക്കി മാറ്റി വയ്ക്കണമെന്ന് നിർബന്ധമില്ല, ചെറുതായിട്ടൊന്ന് ചീകി വെച്ചാലും മതി. ഈ ശർക്കരയിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാനിയാക്കി മാറ്റിയത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 8 ഏലക്കായും 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും ചേർത്ത് നന്നായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി വേറെ ഒരു ബൗളിലേക്ക് 2 കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടി അളന്നെടുക്കാം. പൊടിയൊക്കെ അളന്നെടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ അളന്നെടുക്കുക. ഇനി പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെറുകിയതാണ്. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ചേർക്കുന്നത്. 1.5 കപ്പ് അളവിൽ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ നന്നായിട്ട് ക്രഷ് ചെയ്ത ഏലക്കായയുടെയും ജീരകത്തിൻ്റെയും പൊടിയാണ് ഇനി ചേർത്ത് കൊടുത്തത്. അടുത്തതായിട്ട് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നേരത്തെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത ശർക്കരപ്പാനി അരിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കരപ്പാനി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഒരു തവി യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നില്ല, കാരണം ശർക്കര ആയതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പ് എക്സ്ട്രാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനിയിൽ ചെറിയ ചൂടുള്ളതുകൊണ്ടാണ് ഞാനിവിടെ തവി വെച്ച് മിക്സ് ചെയ്യുന്നത്. ചൂടാറിയ ശർക്കര പാനിയാണെന്നുണ്ടെങ്കിൽ കൈ വെച്ച് മിക്സ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് പാളയൻകുടൻ പഴം 3 എണ്ണം ചേർത്ത് കൊടുക്കാം. പാളയൻകുടൻ പഴം അഥവാ മൈസൂർ പഴം, ഈ പഴം ചേർക്കുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ഈ പഴം കിട്ടിയില്ല എങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ പഴം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ യോജിപ്പിച്ചെടുക്കാം. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഈ തെരളിയപ്പം എന്ന് പറയുമ്പോൾ ഇത് എന്തപ്പാണെന്നാണ് ഞാൻ ആദ്യം ആലോചിക്കുക. കാരണം ഈ ഒരു ഇല ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കറുകപ്പട്ടയുടെ ഇലയിലെയാണ് ഈ തെരളി ഇല, വഴഞ്ഞ ഇല എന്നൊക്കെ പറയണേന്ന് പിന്നീടാണ് കേട്ടോ മനസ്സിലായത്. ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യുടെ അളവ് എന്ന് പറയാനായിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ, കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു പഴം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പം ഇവിടെ എനിക്ക് കറക്റ്റ് പാകത്തിന് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഈ ഒരു അപ്പം കഴിച്ചിട്ടുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യണേ. അത് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റും ചെയ്യണം കേട്ടോ. ഈ അപ്പം ഫേവറേറ്റ് ആയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കുന്ന ഇല. കറുകപ്പട്ടയുടെ ഇല എന്നാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇതിനെ പറയാറ്. ഇതിനെ വഴഞ്ഞ ഇല എന്നും പറയും, തെരളി ഇല എന്നും പറയും. അപ്പോൾ ഈ ഇല ഞാനിവിടെ കുമ്പിൾ കുത്തിയാണ് എടുക്കുന്നത്. കുമ്പിൾ കുത്താതെ വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുമ്പിൾ കുത്തിയാണ് എടുത്തേക്കുന്നത്. എല്ലാം ഇതുപോലെ കുമ്പിൾ കുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ഒരു കുമ്പിളിൻ്റെ ഷേപ്പിൽ നമ്മുടെ മാവിരിക്കും. പിന്നില്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഒരു ഇല 4 വർഷം കൂടുമ്പോൾ ഒരിക്കൽ എല്ലാ ഇലകളും ഇങ്ങനെ കൊഴിഞ്ഞു പോയി മരം ഇങ്ങനെ ഉണങ്ങിപ്പിടിച്ച പോലെ ഇരിക്കുന്നു. പിന്നീട് അത് പിന്നെയും പുതിയ ഇലകൾ കിളിർത്ത് വരുന്നാണ് പറഞ്ഞത്. അത് കറക്റ്റാണ്? എനിക്കറിയില്ല കേട്ടോ, പുതിയ അറിവായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂടിയും കൂട്ടാട്ടോ. അവരും ഇതേപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിലാക്കി തരും. കാരണം കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ കുറച്ച് കൂടുതൽ ഇഷ്ടമായിരിക്കും. നമ്മളെ വലിയവരെക്കാളും കുറച്ചും കൂടി ഇഷ്ടം കുട്ടികൾക്കായിരിക്കും ഇതുപോലെയൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നു. എൻ്റെ മക്കൾക്ക് ഇതുപോലെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പത്തിന് നല്ലൊരു സ്മെല്ലും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഈ ഒരു ഇല കൊടുക്കും. അതാണ് തോന്നുന്നത് ഈ അപ്പത്തിന് ഇത്രയ്ക്കും ടേസ്റ്റ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസിന് ഒരു ലൈക്കും അതേപോലെ ഒരു കമൻറ്റും തരണേ.
ഈ കമൻറ്റും ലൈക്കൊക്കെ കിട്ടുമ്പോഴാണ് എനിക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതേപോലെ തന്നെ എല്ലാവരും ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇലയുടെ അളവ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന ഇലയിൽ ഫുള്ള് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ ഇറക്കി വെച്ച് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. 15 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എങ്കിൽ മാത്രം ഒരു 10 മിനിറ്റും കൂടി എക്സ്ട്രാ വെച്ച് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഒട്ടും എണ്ണയും അല്ലെങ്കിൽ വറുത്തോ പൊരിച്ചോ ഒന്നും ചെയ്യാതെ നല്ല ആവിയിൽ വേവിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണേ. ഇനി ഞാനിതിൻ്റെ ടേസ്റ്റ് പറയാം. ഉണ്ടാക്കിയപ്പോൾ തന്നെ കയ്യിലെടുത്തതുകൊണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ആ ചൂട് പോവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് കഴിച്ചത്. കഴിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താ ടേസ്റ്റ്, എന്താ സോഫ്റ്റ്നെസ്. ഇത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പം എല്ലാ ദിവസവും ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് ഇത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. കുറേ നാളായി ഞാനിത് കഴിച്ചിട്ട്. ഇപ്പം കഴിച്ചപ്പോൾ അതിലേറെ ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കേരളീയപ്പത്തിന്. കേരളീയപ്പം, വഴങ്ങയിലയപ്പം, അങ്ങനെ പല പല പേരുകളിൽ, കുമ്പളപ്പം, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ അപ്പം നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ bye.